ഹലോ വെൽക്കം ടു എക്സ് ആൻഡ് വൈ യൂണിവേഴ്സൽ JEE ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതൊരു ട്രിപ്പിൾ എന്നുള്ളത് മാത്രം കുറിച്ചാണ് നിങ്ങൾ വിചാരിക്കേണ്ട. ട്രിപ്പിൾ അതേപോലെ ECE, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഇതിൽ ജനറലി എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഇവിടെ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണ്, ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണ്, ഏതൊക്കെ കമ്പനീസിലാണ് നമുക്ക് ജോബ് കിട്ടുക, എങ്ങനെയുള്ള ആളുകളാണ് ഈ കോഴ്സസിന് പോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ബേസിക്കലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഒരുപാട് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഓൾറെഡി ലഭിച്ചിട്ടുണ്ടാവും. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ എന്താണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്? നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഇലക്ട്രിക്കൽ എന്നുള്ളത് കുറച്ച് ഓൾഡർ, ECE എന്നുള്ളത് കുറച്ചുകൂടി റീസെന്റ് ആയിട്ടുള്ള, കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളത് വളരെ റീസെന്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എല്ലാം ഒരു സ്പെക്ട്രത്തിന്റെ ഭാഗമാണ് എന്ന് പറയേണ്ടി വരും. കറണ്ട് കണ്ടുപിടിച്ചത് മുതൽ അതിന്റെ സർക്യൂട്ട്സ്, കോമ്പണൻസ്, ആ സർക്യൂട്ട് കോമ്പണൻസ് ഒന്നുകൂടി ചെറുതായി ട്രാൻസിസ്റ്റേഴ്സ്, ICs, ആ ICസിനെ പ്രോഗ്രാം ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസ്. ഈ ഒരു രീതിയിലാണ് ഇത് ഇവോൾവ് ചെയ്ത് വരുന്നത്. സോ ബേസിക്കലി ഇലക്ട്രിക്കൽ മുതൽ കമ്പ്യൂട്ടർ സയൻസ് വരെ ഒരേ സ്പെക്ട്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇതിനൊക്കെ നമ്മൾ സർക്യൂട്ട് ബ്രാഞ്ചസ് എന്ന് വിളിക്കുന്നത്. സോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇസ് എ ഡിസിപ്ലിൻ ദാറ്റ് ഫോക്കസ് ഓൺ ദ സ്റ്റഡി, ഡിസൈൻ, ഡെവലപ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ആൻഡ് ഡിവൈസസ്. ഇലക്ട്രിക്കൽ സിസ്റ്റം ആൻഡ് ഡിവൈസസിനെ കുറിച്ചുള്ള പഠനം, അതിന്റെ മെയിൻ്റനൻസ്, അതിന്റെ ഡിസൈൻ എന്ന് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും ഇലക്ട്രോണിക്സ്. അപ്പൊ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ആൻഡ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ അതിൽ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ വരും. ഓക്കെ, ഇപ്പൊ നമ്മൾ IIT മദ്രാസിലൊക്കെ പോകണമെങ്കിൽ, ഞാൻ IIT മദ്രാസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. അവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒറ്റ ഡിപ്പാർട്ട്മെന്റ് ഉള്ളൂ. അതിനർത്ഥം അവിടെ ട്രിപ്പിൾ ആണ് പഠിപ്പിക്കുന്നതല്ല, അവിടെ ട്രിപ്പിളിയും EC ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എടുത്ത് പഠിക്കാൻ സാധിക്കും. അപ്പൊ എന്തൊക്കെയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഇൻ ജനറൽ, ECE ആവട്ടെ ട്രിപ്പിൾ ആവട്ടെ, നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക? ഏറ്റവും പ്രധാനമായും ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് സിസ്റ്റംസ്. എന്താണ് ഓരോ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്? അതില് ആദ്യം നമ്മൾ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റൻസ് മുതൽ അതിലോട്ട് താഴെയുള്ള കോമ്പണൻസ് വരെ എങ്ങനെയാണ് ഇതിൽ കണക്ട് ചെയ്യുന്നത്, അതിന്റെ മാത്തമാറ്റിക്സ് എങ്ങനെയാണ് സർക്യൂട്ട്സ് സോൾവ് ചെയ്യുന്നത്, എങ്ങനെയാണ് സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യുന്നത്, സിഗ്നൽ പ്രോസസിംഗ്. ഇത് ഒരു കമ്മ്യൂണിക്കേഷനിലോട്ട് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എങ്ങനെയാണ് സിഗ്നൽസ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളൊരു അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നൽ ആക്കി മാറ്റുന്നത്, ഡിജിറ്റൽ അനലോഗ് ആക്കി മാറ്റുന്നത്, അവിടെ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് എന്തെല്ലാമാണ്. അതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് എന്നുള്ളത് നിർബന്ധമായിട്ടും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, ഒരു കമ്പ്യൂട്ടറിനെ നമ്മൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ഡിസൈൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടൂൾസ്, അല്ലെങ്കിൽ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടെക്നിക്സ് എന്തെല്ലാമാണ് കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട്. പിന്നെ നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പറയുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ സർക്യൂട്ട് സിസ്റ്റം ട്രിപ്പിളിലും ECയിലും ഉണ്ടാവും. സിഗ്നൽ പ്രോസസിംഗ് കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ കുറച്ചും കൂടി ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പവർ സിസ്റ്റംസ് എന്നുള്ളത് കുറച്ചും കൂടി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി പഴയ ടോപ്പിക്കാണ് പവർ സിസ്റ്റംസ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് കറണ്ട് എത്തുന്നത്, അവിടെ നിന്നുള്ള ട്രാൻസ്ഫോമേഴ്സ്, അതേപോലെ തന്നെ അവിടേക്ക് വരുന്ന സബ്സ്റ്റേഷൻസ്, ഇത് എങ്ങനെയാണ് പവർ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്, ഈ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പവറിൽ നിന്ന് എങ്ങനെയാണ് ലോസസ് ഉണ്ടാവുന്നത്, ഇത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ സിസ്റ്റംസ്, ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങൾ. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, നേരെ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് എന്ന് നമ്മൾ ഡിജിറ്റലി ആൻഡ് ഓർ നോട്ട് ഗേറ്റ്സ്, എങ്ങനെയാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക് സിസ്റ്റംസ് അല്ലെങ്കിൽ സർക്യൂട്ട്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, ഡിഫറെന്റ് ഫംഗ്ഷനാലിറ്റി എങ്ങനെയാണ് എങ്ങനെയാണ് ഡിഫറെന്റ് ഫംഗ്ഷനാലിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, കൺട്രോൾ സിസ്റ്റംസ്, ഓരോ സിസ്റ്റംസിനെ നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. കൺട്രോൾ എഞ്ചിനീയറിംഗ് എന്നുള്ളത് വലിയൊരു ഫീൽഡ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട മാത്തമാറ്റിക്സ്, അതേപോലെ തന്നെ സെമി കണ്ടക്ടർ ഫിസിക്സ്. അപ്പോൾ ഇതിലൊക്കെ ഇലക്ട്രോണിക് സിസ്റ്റംസ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ അവിടെ സിലിക്കൺ വേണം. ആ സിലിക്കന്റെ പ്രോപ്പർട്ടീസ് എന്തെല്ലാമാണ്, അവിടെ സിലിക്കൺ ഡോപ്പിംഗ് എന്താണ്, അവിടെ ട്രാൻസിസ്റ്റേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സെമി കണ്ടക്ടർ ഫിസിക്സിൽ. IC ഡിസൈൻ ഒന്നുകൂടി നമ്മൾ ഡീപ്പറായി പോവാണെങ്കിൽ എങ്ങനെയാണ് ഒരു IC നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ പ്രോസസർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അതിലോട്ടുള്ള മാത്തമാറ്റിക്സ് എന്തെല്ലാമാണ്, ഫിസിക്സ് എന്തെല്ലാമാണ്. ഇങ്ങനെ വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കും. ഇത് നമ്മൾ നോക്കുമ്പോൾ ഇത് ആർക്കുള്ളതാണ്, ഇത് കാര്യങ്ങളൊക്കെ നോക്കിയാൽ രണ്ട് ടോപ്പിക്സ് ഇവിടെ നന്നായി മുഴച്ചു നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് മാത്തമാറ്റിക്സ് ആണ്, രണ്ടാമത്തത് ഫിസിക്സ് ആണ്. ഈ രണ്ട് ടോപ്പിക്സിൽ വളരെ അഗ്രഗണ്യരായിട്ടുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. മാത്സ് ഇല്ലാതെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നമുക്ക് ആലോചിക്കാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് സിസ്റ്റംസ് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച പല മാത്സിന്റെ അപ്ലിക്കേഷൻ വരുന്നത് ഇതിലാണെന്ന് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കോംപ്ലക്സ് അനാലിസിസ്, കോംപ്ലക്സ് നമ്പേഴ്സ്. ഈ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ വലിയ അപ്ലിക്കേഷൻ ആണ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് സിസ്റ്റംസിൽ വരിക.
കോംപ്ലക്സ് നമ്പറിന്റെ ആപ്ലിക്കേഷൻ. എന്തിനായി കോംപ്ലക്സ് നമ്പർ പഠിച്ചാൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നതാണ് സർക്യൂട്ട് സോൾവിംഗ് ആൻഡ് സിമിലർ തിങ്സ്. ഓക്കെ, അതേപോലെ തന്നെ സിഗ്നൽ പ്രോസസിംഗ് എന്നുള്ളതിൽ നമ്മൾ മാത്തമാറ്റിക്സിൽ സിഗ്നൽ പ്രോസസിംഗിലും കമ്മ്യൂണിക്കേഷനിലും പ്രോബബിലിറ്റിയുടെയും അതേപോലെ തന്നെ കാൽക്കുലസിന്റെയും വലിയ അപ്ലിക്കേഷൻസ് ആണ് സിഗ്നൽ പ്രോസസിംഗിലും കമ്മ്യൂണിക്കേഷനിലും വരിക. അതേപോലെ തന്നെ ഇനി നമ്മൾ മറ്റ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അതേപോലെ തന്നെ IC ഡിസൈനിലോട്ടൊക്കെ പോകുമ്പോൾ ഇവിടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിലോട്ട് പോകുമ്പോൾ ഇവിടെ ലീനിയർ ആൾജിബ്ര അതേപോലെ തന്നെ കാൽക്കുലസ് ഇവയുടെയൊക്കെ വലിയ അപ്ലിക്കേഷൻസ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി എവിടേക്കാണ് ഏറ്റവും ബെസ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ളത്? ഡെഫിനറ്റ്ലി IIT മദ്രാസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ IIT ഡൽഹി, ബോംബെ, ഖരഗ്പൂർ, NIT ട്രിച്ചി ഒക്കെ വെൽ നോൺ ആണ്. ബിറ്റ്സ് അതേപോലെ VIT, ജാദവ്പൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയ ഒരുപാട് വേറെയും പ്ലേയേഴ്സ് ഉണ്ട് ഈ ഒരു സെഗ്മെന്റിലുണ്ട്. അപ്പോ നമ്മള് എവിടെയൊക്കെയാണ് കേരളത്തിലുള്ളത്? NIT കാലിക്കറ്റ്, CET ട്രിവാൻഡ്രം, കുസാറ്റ്, IIT പാലക്കാട്, IIST ഒരു EC ഉണ്ട് വിത്ത് മൈനർ ഇൻ ഏവിയോണിക്സ്, അതേപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ ഇൻ ഏവിയോണിക്സ്, പിന്നെ GC തൃശൂർ, TKM കൊല്ലം. ഇതെല്ലാം കേരളത്തിലെ അടിപൊളി EC അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ക്യാമ്പസുകളാണ്. എവിടേക്കാണ് ഇനി നിങ്ങൾക്ക് ജോലി ലഭിക്കുക? ഓക്കെ, നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന ഒരുപാട് സെഗ്മെന്റ്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സെഗ്മെന്റ് ഏതാണ്? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി വലിയൊരു ഇൻഡസ്ട്രി ആണ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ AI നെ കുറിച്ച് സംസാരിക്കുന്നു. AI ആക്ച്വലി AI ഇനേബിൾ ചെയ്യണമെങ്കിൽ, AI മോഡൽസ് ട്രെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ AI ജനറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരുപാട് ഗ്രാഫിക്സ് GPUs ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്സ് വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ CPUs വർക്ക് ചെയ്യണം. ഇപ്പൊ ഗൂഗിൾ TPUs ടെൻസർ പ്രോസസിംഗ് യൂണിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. NVIDIA ആണ് GPUs ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയർ എന്നുള്ളത്. അതേപോലെ തന്നെ ഇന്റൽ, AMD തുടങ്ങിയ കമ്പനീസ് GPUസും CPUസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ജോബ് പ്രൊവൈഡേഴ്സ്. ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി ഉണ്ട്. അതേപോലെ തന്നെ പവർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ പവർ ഗ്രിഡ് പോലത്തെ ഓർഗനൈസേഷൻ ഉണ്ട്, KSEB പോലത്തെ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവിടെ എല്ലാവരും ഒരു ട്രഡീഷണൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്ക് ജോബ് നൽകുന്നുണ്ട്. എംബഡഡ് സിസ്റ്റംസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നോക്കിയോ ഇതിൽ ഒരുപാട്, ക്വാൾകോം ഒക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദർ ആർ ലോട്ട് ഓഫ് കമ്പനീസ്. ഇന്റൽ, NVIDIA, AMD, ടെക്സാസ് ഇൻസ്ട്രുമെന്റ്സ് ഇവരെല്ലാവരും ഒരു സെമി കണ്ടക്ടർ സ്പേസിലുള്ളവരാണ്. സാംസങ് ഉണ്ട്, മൈക്രോൺ, ക്വാൾകോം, സോണി, TSMC എന്നുള്ളത് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് ഉള്ള തായ്വാനിലുള്ള കമ്പനിയാണ്, തായ്വാൻ സെമി കണ്ടക്ടേഴ്സ്. അതേപോലെ തന്നെ ഹണിവെൽ ഇലക്ട്രിക്കൽ ഓട്ടോമേഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഹണിവെൽ വർക്ക് ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരുപാട് കമ്പനീസ് ആക്ച്വലി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ ഒരു ആവറേജ് സ്റ്റാർട്ടിംഗ് സാലറി 5 to 12 LPA കിട്ടും. അത് നിങ്ങൾ IITസിലാണ് എന്നുണ്ടെങ്കിൽ, NITസിലാണെങ്കിൽ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കിട്ടും. IIT അറൌണ്ട് 18 LPA നിങ്ങൾക്ക് പാക്കേജ് ആയി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഹയർ സ്റ്റഡീസിൽ പോവാണെങ്കിൽ ലോട്ട് ഓഫ് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ആണ്. VLSI വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. അതായത് നിങ്ങൾ IC ഡിസൈൻ ഫീൽഡിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ VLSIലോട്ടാണ് പോകേണ്ടത്. കൺട്രോൾ ആൻഡ് കമ്പ്യൂട്ടിംഗ്, കൺട്രോൾ എഞ്ചിനീയറിംഗ് ഞാൻ പറഞ്ഞ വലിയൊരു ഫീൽഡാണ്. ഓക്കെ, നല്ല മാത്തമാറ്റിക്കൽ എബിലിറ്റി ഉള്ള ആളുകൾക്ക് പോകുന്ന ഫീൽഡാണ് കൺട്രോൾ എഞ്ചിനീയറിംഗ്. പവർ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ സിസ്റ്റംസ്. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു ഫീൽഡ് നമുക്ക് MTech അല്ലെങ്കിൽ MS ഒക്കെ ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക് സിസ്റ്റംസിൽ ചെയ്യാൻ പറ്റും. സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് കുറച്ചുകൂടി സെമി കണ്ടക്ടർ റിസർച്ചിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് മറ്റുമായി റിലേറ്റ് ചെയ്തിട്ട് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് MTech ബ്രാഞ്ചസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിന്നെ അതല്ലെങ്കിൽ PhD ഒക്കെ നമുക്ക് പോകാൻ സാധിക്കും. ഓക്കെ, ടോപ്പ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് MIT, അതേപോലെ സ്റ്റാൻഫോർഡ്, UC ബെർക്ക്ലി, ഓക്കെ, യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ്, ETH സൂറിച്ച്, അതേപോലെ NUS, EPFL സ്വിറ്റ്സർലാൻഡ്, യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് UK, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ MTU നാഷണൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി സിംഗപ്പൂർ. ഇതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോറിൻ യൂണിവേഴ്സിറ്റീസ് QoS റാങ്കിംഗ് പ്രകാരം. ആരാണ് ഇത് ചൂസ് ചെയ്യേണ്ടത്? ഇതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. മാത്സിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലേ? നിങ്ങൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിലോട്ട് പോകരുത്, ഒരിക്കലും പോകരുത്. മാത്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ പോകരുത്. മാത്സിനോട് താല്പര്യം, മാത്സിൽ ഡെപ്ത് ഇല്ലാത്ത ആൾക്കാരും പോകരുത്. ഓക്കെ, മാത്സിൽ ഇൻട്രസ്റ്റ് മാത്രമല്ല, മാത്സിനോട് നിങ്ങൾക്ക് ഡെപ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ, മാത്സിനോട് നിങ്ങൾക്ക് ബേസിക്കലി കാൽക്കുലസും പ്രോബിലിറ്റി ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് പോകരുത്. ഒരുപാട് ട്രബിൾ ഷൂട്ടിങ്ങിനെ, പ്രോബ്ലം സോൾവിങ്ങിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഈ ഫീൽഡിലോട്ട് പോകേണ്ടത്. ടെക്നോളജിയിൽ നല്ല ഇൻട്രസ്റ്റ്, എന്തൂസിയാസ്റ്റ് ആയത്, എന്താണ് ടെക് ഫീൽഡിൽ നടക്കുന്നത്, എന്താണ് AI, എങ്ങനെയാണ് AI മോഡൽസ് ട്രെയിൻ ചെയ്യപ്പെടുന്നത്, അതിന്റെ പിന്നിലെ ഹാർഡ്വെയർസ് എന്തെല്ലാമാണ്, ഈ രീതിയൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു ഫീൽഡാണ്. സർക്യൂട്ട് നോളജ്, സർക്യൂട്ട് കിട്ടിയ സോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു ടാലന്റ് ആണ്. ഓക്കെ, അപ്പൊ സർക്യൂട്ട്സ്, അൺലോക്ക് സർക്യൂട്ട്സ് ഉണ്ട്, ഡിജിറ്റൽ സർക്യൂട്ട്സ് ഉണ്ട്. ഇതിനോടൊക്കെ താല്പര്യമുള്ള സർക്യൂട്ട് നോളജ് ഉള്ള ആളുകൾക്ക്, ഓരോ സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക്, ഈ സർക്യൂട്ട് ഇത് ഇങ്ങനെ ആയാൽ ഇങ്ങനത്തെ ഫംഗ്ഷനാലിറ്റി ആണ് ഇതിനുള്ളത് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക്, ഇപ്പം അനലിറ്റിക്കൽ കാര്യങ്ങൾ നന്നായി ചിന്തിക്കുന്ന ആളുകൾക്ക് അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് ഇത് വളരെ പ്രധാനമാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. കാരണം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസുമായിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് എന്നുള്ളത് എന്താണ് വളരെ പ്രധാനമാണ്. അപ്പൊ ഈ കാര്യങ്ങളാണ് നിങ്ങൾ ബേസിക്കലി നോക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോങ് മാത്ത് ആൻഡ് ഫിസിക്സ് കോർ സ്കിൽസ് ആർ വെരി ഇമ്പോർട്ടന്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഫീൽഡാണ് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ ഒക്കെ. വൈസ് ആയിട്ട് ചൂസ് ചെയ്യുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.